പെയിൻറ്റിങ് പഠിക്കണം എന്ന മോഹവുമായി ഞാൻ ചെന്നപ്പെട്ടതൊരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു അല്ലേ. പക്ഷേ ഞാൻ ആരുടെ പോയിട്ടില്ല, ഞാൻ പെയിൻറ്റിങ് പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഇതൊന്നും പ്രാക്ടിക്കലി ഭയങ്കര തിയറിക്കലി ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. വേറെ ആരും എനിക്കും വേണ്ടി ചെയ്യാൻ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മരിച്ചതിന് മുമ്പ് ചെയ്ത് തീർക്കുക. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ എനിക്കിത് തോന്നി, നമ്മൾ പുതിയ വാങ്ങിയൊരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ 2 പെയിൻ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രഷ് അടിക്കാമെന്ന്. കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള ദിവസമാണ്. ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ തിരക്ക് ഇങ്ങനെ പിരാന്ത് പിടിച്ചിരിക്കുന്ന ഒരു ദിവസമല്ലേ, ആ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താവും, എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ആക്റ്റീവാക്കി ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നി ഇങ്ങനെ ഒരു പെയിൻറ്റ് എന്തെങ്കിലും വരച്ചാൽ ഓക്കെ ആവുമെന്ന്. ഇതേമാതിരി ഇങ്ങനെ പിരാന്ത് പിടിച്ചിരിക്കുന്ന നേരം ഉണ്ടല്ലോ, എനിക്ക് ഈ ഒരു കടൽ തീരത്തൊക്കെ പോയിക്കാണ്ട് ആ സൂര്യൻ ഇങ്ങനെ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ മുങ്ങിത്താവണ സീനുണ്ടല്ലോ, അത് കാണുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ കടലിലേക്കൊന്നും പോകാനുള്ള ഒരു ഒഴിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് പറ്റിയൊരു സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താവും, ആ ഒരു കടൽ നമ്മൾ ക്യാൻവാസിലങ്ങ് റീക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, റീക്രിയേറ്റോ എന്തോ ചെയ്ത് നോക്കാം. അപ്പം എന്താവും, അപ്പോൾ ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടും എന്നുള്ള വിശ്വാസത്തിന് പുറത്ത് ഞാൻ എടുത്ത് തുടങ്ങിയ ഒരു റിസ്ക്കാണത്. കാരണം എന്താ പറയുക, പറഞ്ഞില്ലേ, പെയിൻറ്റിങ്ങൊന്നും എനിക്ക് വലിയ വശമില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്ത് തീർത്താണ്. അപ്പോൾ ഇതുവരെ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ, കുളമായിക്കൂടെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ലെവലൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇനി സണ്ണിനെ വരച്ച് ഞാൻ ഇതിനേക്കാളും കൊക്കോളമാക്കുമെന്ന് തോന്നിയപ്പോൾ മൂടിനെ അടുപ്പടുത്ത് അതിപ്പോൾ പെയിൻറ്റിങ് കൊടുത്തങ്ങ് വട്ടം വരച്ചു. അപ്പോൾ എന്തായി, നല്ല സണ്ണ് കിട്ടിയില്ലേ. അപ്പോൾ സണ്ണും മൂണൊക്കെ വരക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വട്ടം വരക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇതേമാതിരിക്കത്തെ ട്രിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എന്താ, ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യലുണ്ടോ? നമ്മളിതൊക്കെ പ്രൊഫഷണലായിട്ട് ഭയങ്കര തിയറിക്കലേക്കാണ് നമ്മൾ പഠിക്കുന്ന എഴുതിക്കാണ് നമ്മളെ ഇഷ്ടങ്ങളൊന്നും മാറ്റിയാക്കരുത് കേട്ടോ. നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് ചെയ്യുന്നത്. അതിന് ഭയങ്കര ഇതൊക്കെ കൊടുത്ത് എല്ലാം കിട്ടിയിട്ട് എല്ലാം ചെയ്തിട്ട് എന്നൊക്കെ കരുതിക്കാണ്ട് കുത്തിർന്നാൽ അവിടെ കുത്തിർക്കലെന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാം കിട്ടിയിട്ട് നമുക്കെല്ലാം ചെയ്യാൻ കൂടുക, അതൊന്നുമില്ല. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടുവന്നത്, ഇതൊക്കെ നമ്മൾ വരച്ച് നമ്മളൊക്കെ ഒന്ന് ആക്റ്റീവാക്കി നമ്മൾക്ക് എന്താണോ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരച്ച് നമ്മളൊരു പക്ഷിക്കുടുംബം കൂടെ വരച്ചപ്പോൾ നമ്മളെ ചിത്രം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വലിയ ചൊറുക്കൊന്നുമില്ല, എന്നാലും ഇതൊക്കെ എത്രക്കുള്ളൂ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്തു.